മുഖ്യമന്ത്രി എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, അതിന് അദ്ദേഹം നൽകിയ മറുപടി എന്നെ അത്ഭുതപ്പെടുത്തി. അത് അദ്ദേഹം എഴുതിയതല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അത്രയും വലിയ നിലവാര തകർച്ചയാണ് ആ മറുപടിയിൽ. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം സ്വന്തം ആ സൈബർ കിളികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടോ അവരുടെ കൈയടി കിട്ടാനോ വേണ്ടി കൊടുത്തൊരു മറുപടിയാണ്. അത് പൊതുസമൂഹം അദ്ദേഹത്തിൻ്റെ നിലവാര തകർച്ചയിൽ വിസ്മയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സമരങ്ങളോടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പുച്ഛമാണ്. അപ്പോൾ സമരം ചെയ്തതെല്ലാം നശീകരണ പക്ഷത്താണ് സമരം ചെയ്തത് എന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ വാദം. പഴയ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് പുതിയ ബൂർഷ്വായിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റമാണ് കാണിക്കുന്നത്. അദ്ദേഹം ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റോ അല്ല. ഇപ്പോൾ അദ്ദേഹം തീവ്ര വലതുപക്ഷവും ബൂർഷ്വാ നിലപാടുകളുമാണ് അദ്ദേഹം എല്ലാ കാര്യത്തിലും എടുക്കുന്നത്. ഈ ബൂർഷ്വാ നിലപാടാണ്, വലതുപക്ഷ തീവ്ര നിലപാടാണ് സമരം ചെയ്യുന്നവരോടുള്ള ഒരു പരസ്യമായ ഒരു പുച്ഛം. ആ സമരത്തിനോടുള്ള പുച്ഛമാണ് അദ്ദേഹം കാണിക്കുന്നത്. ഭരണകൂടത്തിനെതിരെയും വിഷയങ്ങൾക്ക് വേണ്ടിയും ആരും സമരം ചെയ്യാൻ പാടില്ല. സമരം ചെയ്യുന്നവരോട് മോഡി ഭരണകൂടം ഉൾപ്പെടെ ലോകത്തെ എല്ലായിടത്തുമുള്ള വലതുപക്ഷ തീവ്ര പക്ഷങ്ങൾ അവരെടുത്തിരിക്കുന്ന ഒരു നിലപാട് കേരളത്തിലെ മുഖ്യമന്ത്രി എടുക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിന് വിഷമിക്കാനൊരു കാര്യം ഉണ്ടാവും. കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ ആകെ ഓർമ്മയുള്ള, എല്ലാവർക്കും ഓർമ്മയുള്ള ഒരു സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സരിത കേസിൽ നടത്തിയ സമരമാണ്. അത് സെക്രട്ടേറിയറ്റിലും തിരുവനന്തപുരത്തെ സിറ്റിയിലും മുഴുവൻ ദുർഗന്ധം ഉണ്ടാക്കിക്കൊണ്ട് അവസാനിപ്പിക്കാൻ നിർബന്ധിതമായൊരു സമരമാണ്. ആ സമരം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലുള്ള ഒരു സമരം. അദ്ദേഹം ഒരു മെയിൻ സ്ട്രീം ലീഡർഷിപ്പിലേക്ക് വന്നിട്ടുള്ള സമരം. നിങ്ങൾ നോക്കൂ, ഞാൻ അദ്ദേഹത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്ന മറുപടിയിൽ ഓരോ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുകയും ഞാൻ അതിനുള്ള എൻ്റെ മറുപടി ഞാൻ എല്ലാത്തിനും മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് അക്കമിട്ടുള്ള മറുപടി കൊടുത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് എന്ന് തീർച്ചയായിട്ടും എനിക്ക് വ്യക്തമാകുന്നില്ല. പിന്നെ നമ്മൾ ചില കാര്യങ്ങളിൽ സമരം ചെയ്തത് കാലാവസ്ഥാ വ്യതിയാനം മൂലം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുന്ന മാറ്റങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ്. അപ്പം കേരളത്തിനെതിരായ ഞങ്ങളുടെ സമരം പാരിസ്ഥിതികമായ പ്രത്യാഘാതമാണ്. അതുപോലെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിലും തീരപ്രദേശത്തുമാണ് ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സ്ഥലങ്ങൾ. 195 രാജ്യങ്ങൾ ചേർന്ന് തയ്യാറാക്കിയ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള റിപ്പോർട്ടും അതിന്മേൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ കൊണ്ടുവന്ന അനാലിസിസും നിയമസഭയിൽ കൊണ്ടുവന്ന പ്രതിപക്ഷമാണ്. ഞങ്ങളപ്പോൾ ഈ കേരളയിൽ കൊണ്ടുവരാൻ സമയത്തും വയനാട് തുരങ്കപാതയുടെ സമയത്തും തീരദേശ പാതയുടെ സമയത്തും കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ഘടകമാണ്. ഇപ്പോൾ ഹൈവേ പണിയുമ്പോൾ കംപ്ലീറ്റ് തകർന്നു വീഴുന്നത് എന്താ? കേരളത്തിൻ്റെ ഒരു സോയിൽ സ്ട്രക്ചറും കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനവുമായി കൂട്ടിച്ചേരണം. മുഖ്യമന്ത്രി ഔട്ട്ഡേറ്റഡ് ആണ്. മുഖ്യമന്ത്രി കാലഹരണപ്പെട്ട ഒരു ഭരണാധികാരിയാണെന്നാണ് അദ്ദേഹം ഈ മറുപടിയിലൂടെ തെളിയിക്കുന്നത്. ഇന്ന് ലോകത്തെല്ലായിടത്തും, പ്രത്യേകിച്ച് കേരളം പോലെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു വിക്ടിം ഏരിയയാണ്, ഇരയായി മാറാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അതാണ് വിഴിഞ്ഞം തുറമുഖം വന്നപ്പോൾ അതിൻ്റെ ഈ ഡെവലപ്മെൻറ്റിൻ്റെ വികസനത്തിൻ്റെ ഇരകൾ ഉണ്ടാകും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ 472 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് പുനരധിവാസത്തിന് വേണ്ടി വെച്ചത്. അപ്പോൾ ഏത് വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഈ കാലാവസ്ഥാ വ്യതിയാനം പ്രധാന ഘടകമായി എടുത്തില്ലെങ്കിൽ കേരളത്തിൽ അപകടം ഉണ്ടാവും. ഞങ്ങൾ എന്തുകൊണ്ടാണ് കേരളയിൽ എതിർത്തത്? 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിലുള്ള എംബാങ്ക്മെൻറ്റാണ്. അത്ര ഉയരത്തിലാണ് ഇത് പോകുന്നത്, കെട്ടിപ്പൊക്കമാണ് അത്രയും ഉയരത്തിൽ. അതിൻ്റെ അപ്പുറത്ത് 200 കിലോമീറ്റർ ദൂരത്തിൽ 10 മീറ്റർ ഉയരത്തിലുള്ള 10 അടി ഉയരത്തിലുള്ള മതിൽ പണിയാണ്. അത് ചെയ്യുമ്പോൾ കേരളത്തിൽ ഒരു സ്ലോപ്പാണ്, മഴ പെയ്ത് കടലിൽ ചെന്ന് വെള്ളം ചേരുന്ന സ്ഥലമാണ്. എവിടെയെങ്കിലും ഒന്ന് തങ്ങി നിന്നാൽ വലിയ ആഘാതം കേരളത്തിലുണ്ടാവും. അത് മനസ്സിലാക്കണം. ഒരു പുതിയ കാലഘട്ടത്തിലെ ഒരു ഭരണാധികാരി അത് ചിന്തിക്കാതെ ഒരു തീരുമാനം എടുക്കരുത്. അത് അദ്ദേഹം കാലഹരണപ്പെട്ട ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം 25 കൊല്ലം മുമ്പാണ് ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ്, അദ്ദേഹത്തിൻ്റെ മനോഭാവം, അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിന് പുച്ഛവും പരിഹാസവും അദ്ദേഹം ഉള്ളത്. രണ്ടാമത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ചാണ് ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പം ചെയ്തത് എന്താ? അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ
മുൻ CPM-ന്റെ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയത് നവംബർ 27-ാം തീയതിയാണ്. പരാതി പോലീസിന് നൽകിയത് ഡിസംബർ 2-നാണ്. കേസെടുത്തത് ഡിസംബർ 8-നാണ്. 13 ദിവസം ഇത് എന്തുകൊണ്ടാണ് പൂഴ്ത്തിവെച്ചത്? 13 ദിവസം എന്തുകൊണ്ടാണ് ഇത് പൂഴ്ത്തിവെച്ചത്? ഒരു MLA-ക്കെതിരെ ഈ പരാതി കിട്ടിയപ്പോൾ അപ്പം തന്നെ നേരെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തല്ലോ. ഞാൻ അതിനകത്ത് തെറ്റ് പറയില്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരു MLA-യെക്കുറിച്ച് പരാതി കിട്ടിയപ്പോൾ അപ്പം തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു. പക്ഷേ മുൻ ഇടതുപക്ഷ MLA-ക്കെതിരായിട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്തപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് 12-13 ദിവസം അദ്ദേഹം പൂഴ്ത്തിവെച്ചത്? അപ്പം എന്ത് ഇരട്ട നീതിയാണ് പൂഴ്ത്തിവെച്ചത്. പിന്നെ അദ്ദേഹം പറയുകയാണ് കോൺഗ്രസിൽ മുഴുവൻ സ്ത്രീലമ്പടന്മാരാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ എത്ര പേര് ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട എത്ര പേർ മന്ത്രിസഭയിലുണ്ടെന്ന് എണ്ണി നോക്കിയാൽ നന്നായിരിക്കും. ഞാൻ പറയാനുള്ള, ഞാൻ അവരുടെ പേരൊന്നും എണ്ണി നോക്കണം. അദ്ദേഹം MLA-മാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പിന്നെ മന്ത്രിസഭയിൽ, പിന്നെ MLA-മാരുടെ ഇടതുപക്ഷ MLA-മാരുടെ കൂട്ടത്തിൽ ലൈംഗിക അപവാദ കേസിൽപ്പെട്ട എത്ര പേരുണ്ട് എന്നൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിനെതിരെ നടത്തുന്നു. കോൺഗ്രസിൻ്റെ മുമ്പിൽ ഇത്രയും വിഷയം വന്നപ്പോൾ ഞങ്ങളത് ഭംഗിയായിട്ടാണ് അത് ചെയ്തു തീർത്തത്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ഗെയിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഗെയിൽ സമരവുമായി ബന്ധപ്പെട്ട് VM സുധീരനെതിരായും PK കുഞ്ഞാലി സാഹിബിനെതിരായും അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. 2017 ഒരു വലിയ സമരം നടന്നു. ആ സമരത്തെ പോലീസ് ക്രൂരമായി അടിച്ചമർത്തി. അതായത് 20 മീറ്റർ സ്ഥലം ഗെയിൽ പൈപ്പിന് വേണ്ടി എടുത്തപ്പോഴാണ്. എന്നിട്ട് അവിടെ വ്യവസായ മന്ത്രി പോയി നവംബർ 6-ാം തീയതി 2017 ചർച്ച ചെയ്തു. പോലീസിനെ മന്ത്രി താക്കീത് ചെയ്തു, അന്നത്തെ വ്യവസായ മന്ത്രി AC മൊയ്തീൻ. അതിനുശേഷം മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ ഇവരുടെ ഡിമാൻഡുകൾ മുഴുവൻ അംഗീകരിച്ചു. അതായത് പുതുക്കിയ ന്യായവിലയുടെ 10 ഇരട്ടിയാക്കി കൊടുത്തു. ഇവരുടെ ഈ കോമ്പൻസേഷൻ 116 കോടി രൂപ അധിക വർധനവ് നൽകി. 2012 മുതൽ മുൻകാല പ്രാബല്യം അത് കൊടുത്തു. വീടിനടുത്ത് 20 മീറ്റർ എന്നുള്ളത് 2 മീറ്റർ ആക്കി. ഭാവിയിൽ വീട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അലൈൻമെൻറ്റ് മാറ്റും എന്ന് തീരുമാനിച്ചു. 10 സെൻറ്റ് താഴെ ഭൂമിയുള്ളവർക്ക് 5 ലക്ഷം ആശ്വാസധനം നൽകും. വിളകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കും. ഭൂമി നഷ്ടപരിഹാരത്തിന് പുറമെ സെൻറ്റിന് 3761 രൂപ. ഇത്രയും മാറ്റം ഉണ്ടാക്കി. നേരത്തെ 5 ഇരട്ടിയായിരുന്നു ഫെയർ വാല്യൂടെ കൊടുത്തത്, അത് 10 ഇരട്ടിയാക്കി. മനസ്സിലായി? അപ്പോൾ സമരത്തിനെ പുച്ഛിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അവർ സമരം ചെയ്തതിനെ തുടർന്ന് വ്യവസായ മന്ത്രിയും പിന്നെ മുഖ്യമന്ത്രിയും യോഗം ചേർന്ന് ഇത്രയും മാറ്റം ഉണ്ടാക്കി കൊടുത്തു അവർക്ക്. എന്നിട്ട് ആ സമരത്തെ പുച്ഛിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗെയിലിൻ്റെ പൈപ്പിടാൻ നേരത്ത് ഇത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണ് എന്ന് പറഞ്ഞ ആൾ ഈ പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. ഇതാലോചിച്ച് ഉറപ്പായിട്ട് നടക്കുകയും ചെയ്ത് ആ പരാതി ഫോർവേഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇരട്ടത്താപ്പുണ്ടായി. എന്തിനാണ് മുഖ്യമന്ത്രി അത്രയും ദിവസം കയ്യിൽ വെച്ചത്? കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ട് പോലീസിൽ കൊടുത്തപ്പോൾ പോലീസ് എന്തുകൊണ്ടാണ് അത്രയും ദിവസം വൈകിയത് നടപടിയെടുക്കാൻ? മൊത്തം 13 ദിവസം വൈകി. ആദ്യത്തെ MLA-ക്കെതിരായിട്ട് കേസ് വന്നപ്പോൾ അന്ന് തന്നെ പരാതി ഫോർവേഡ് ചെയ്യും, അന്ന് തന്നെ കേസെടുക്കുകയും ചെയ്തു. CPM സഹയാത്രികൻ്റെ CPM എൻ്റെ കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കെതിരായിട്ട് വിദ്യാസമ്പന്നയായ ഒരു യുവതി കൊടുത്ത കേസ് എന്തുകൊണ്ടാണ് 13 ദിവസം പൂഴ്ത്തിവെച്ചത്? മറുപടി പറയണ്ടേ? ഇരട്ട നീതി. മറ്റത് അന്ന് തന്നെ ഞങ്ങൾക്ക് അതിൽ പരാതിയില്ല, അന്ന് തന്നെ ഫോർവേഡ് ചെയ്താലും പരാതിയില്ല, അന്ന് തന്നെ FIR എടുത്താലും ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ രണ്ടാമത്തെ കേസ്, സ്വന്തക്കാരുടെ കേസ് വരുമ്പോൾ അന്ന് തന്നെ അയക്കില്ല. മനസ്സിലായി? അന്ന് തന്നെ പോലീസ് FIR എടുക്കൂല. 13 ദിവസം കഴിഞ്ഞിട്ട് ഈ അന്യായം കേരളം അറിയണമല്ലോ. ഈ അന്യായം പറഞ്ഞില്ല. അല്ല, KPCC പ്രസിഡന്റ് അങ്ങനെയല്ല പറഞ്ഞു. KPCC പ്രസിഡന്റ് പറഞ്ഞത് അതൊരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെൻ്റ് ആണെന്ന്. അതിലെന്തോ തെറ്റ്? ഞാനത് വായിച്ചാണ്. നന്നായിട്ടൊരു ലീഗൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ട് ആ കംപ്ലൈൻറ്റിൽ. ഇപ്പോൾ ഞാൻ അഭിഭാഷകനാണ്, KPCC പ്രസിഡന്റ് അഭിഭാഷകനാണ്. അഭിഭാഷകനായ ഞാൻ ഒരു കാര്യത്തിൽ പരാതി കൊടുക്കുകയാണെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന
ഒരു വക്കീലിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയുള്ളൂ. ഞാൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യില്ല. കാരണം അത് വെൽ ഡ്രാഫ്റ്റഡ് ആവണം. നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല. കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കണമെന്നാണ്. അങ്ങനെ കൊടുത്തതിൽ ഒരു തെറ്റുമില്ല. വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് ഒന്നും അല്ലല്ലോ. ആണോ? ഒഫൻസ് ഒന്നും അല്ലല്ലോ. നമുക്ക് ഒരു പരാതി, ഞാൻ എത്രയോ പരാതികൾ തയ്യാറാക്കിയിരിക്കുന്ന ആളാണ്, അഭിഭാഷകൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും. എൻ്റെ ഒരു സ്വന്തം പരാതി ഞാനിപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് അയച്ചു. ഞാനല്ല അയച്ചത്, എൻ്റെ വക്കീലെ കൊണ്ടാണ് ഞാൻ അയപ്പിച്ചത്. കാരണം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന, ഇപ്പോൾ ഉള്ള നിയമപരമായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അഭിഭാഷകൻ. ചിലപ്പോൾ ഒരു അഭിഭാഷകൻ്റെ സഹായം തേടിക്കാനും ആ കുട്ടി പരാതി കൊടുക്കാൻ നേരത്തെ അതിലെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. എൻ്റെ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല. എൻ്റെ അല്ല, അത് കറക്റ്റ് ചെയ്യിപ്പിച്ചല്ലോ. അല്ല, അദ്ദേഹം കറക്റ്റ് ചെയ്തല്ലോ. ഞാൻ UDF ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പറവൂരിൽ വെച്ച് അന്ന് ഇലക്ഷൻ വോട്ടിംഗ് ചേർന്ന് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നിലപാട് പറഞ്ഞു. കാരണം അത് അപ്പീൽ പോകേണ്ട കേസാണ്. കാരണം പ്രോസിക്യൂഷൻ കേസ് പരാജയപ്പെട്ടാണ്. പകുതി പരാജയപ്പെട്ടു, പകുതി പേരെ കൺവിക്ട് ചെയ്തു, പകുതി പരാജയപ്പെട്ടു. അപ്പോൾ പ്രോസിക്യൂഷൻ ഒരു സ്റ്റോറി ഉണ്ടാവും. പ്രോസിക്യൂഷൻ സ്റ്റോറി എന്നാണ് പറയുന്നത്. ആ പ്രോസിക്യൂഷൻ കേസ് പകുതി പരാജയപ്പെട്ടപ്പോൾ പരാജയപ്പെട്ട ഭാഗം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം. അതൊരു സ്വാഭാവികമായ നടപടിയാണ്. അത് പോരെന്ന് പറയാൻ പാടില്ല. അത് UDFൻ്റെയും കോൺഗ്രസിൻ്റെ നിലപാട് കൂടി ചേർന്നാണല്ലോ UDFൻ്റെ നിലപാട്. KPCC പ്രസിഡന്റ് ഞാനും അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് വേറെ സ്റ്റാൻഡ് UDFിനുമില്ല, കോൺഗ്രസിനുമില്ല. ഞങ്ങൾ ആ കേസിലും അതിജീവിതയ്ക്കൊപ്പമാണ്. പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതെല്ലാം ഞങ്ങൾ മറുപടി പറഞ്ഞാണ്. 42 കൊല്ലം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ട കക്ഷിയാണ് ഇടതുപക്ഷവും CPM-ഉം. 1977 മുതൽ ഈ ഗോവിന്ദൻ ഈ പ്രാവശ്യം ജയിച്ചു ചോദിച്ചിട്ടുള്ള എല്ലാ പ്രാവശ്യവും ME ഗോവിന്ദൻ നിയമസഭയിലേക്ക് വന്നതും ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ്. ഇപ്പോൾ വെൽഫെയർ പാർട്ടിയാണ്. വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊക്കെ തെറ്റ്. 42 വർഷം CPM-ന് ആ പിന്തുണ സ്വീകരിക്കുക. ഞങ്ങളവരെ കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് ഞാൻ നല്ല മറുപടി കാണിച്ചല്ലോ. അന്നത്തെ അമീറുമായിട്ട്, ഈ സമീപകാലത്ത് അമീറാണ്, തൊട്ടു മുമ്പിലുള്ള അമീർ, ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ലീഡർഷിപ്പിലുള്ള ആളാണ്. അദ്ദേഹത്തെ നേരിട്ട് പോയി അദ്ദേഹമായിട്ട് കണ്ട് സംസാരിച്ചതിൻ്റെ ഫോട്ടോ ഞാൻ പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സമ്മതിച്ചല്ലോ. ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം സമ്മതിച്ചല്ലോ. എത്രയോ പ്രാവശ്യം ജമാഅത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനമായ ഹിറ സെന്റർ സന്ദർശിച്ചിട്ടുള്ള ആളാണ് ഈ പിണറായി വിജയൻ. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ ഈ രേഖകളൊന്നും ഞങ്ങളുടെ ഒന്നും ഉണ്ടാവില്ലെന്ന് അദ്ദേഹം വിചാരിച്ചത്. ദേശാഭിമാനി 2016 മുഖപ്രസംഗം എഴുതിയതും ഞാൻ വായിച്ചല്ലോ അന്ന് ഭംഗിയായിട്ട്. ഞങ്ങൾക്ക് അഭിമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ അഭിമാനിക്കുന്നു. പിണറായി വിജയൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് ദേശാഭിമാനി തന്നെ. ഞങ്ങൾക്ക് ഒരു അകൽച്ചയില്ല ജമാഅത്ത് ഇസ്ലാമിയായിട്ട്. അവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. കോൺഗ്രസിന് എതിരായി ജമാഅത്ത് ഇസ്ലാമി നിലപാടെടുക്കാൻ കഴിയും. കോൺഗ്രസിന് സാമ്രാജ്യത്വ ദാസ്യമാണ് എന്നാണ് പറഞ്ഞത് പിണറായി വിജയനും CPM-ഉം പറഞ്ഞത്. അതായത് ഞങ്ങൾ ഈ കേരളത്തിലെ കോൺഗ്രസ്സുകാർ അമേരിക്കയുടെ കൂടെ, അമേരിക്കയായിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ടല്ലോ. അപ്പോൾ അത് ആ മുതലാളിത്ത ദാസ്യം, അമേരിക്കൻ വിധേയരായിട്ട് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കുന്നുണ്ട്. CPM-ന്, സാമ്രാജ്യത്വ വിരോധികളായ CPM-ന് ജമാഅത്ത് ഇസ്ലാമി പിന്തുണ എന്നൊക്കെയാണ് അത് യജമാനന്ദ എഴുതി വെച്ചത്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ പരിഹാസ്യരായിരുന്നു. ഇതെന്താ പറയുക, ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഈ പ്രിന്റ് മീഡിയ മാത്രമുള്ള സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് അയ്യോ പിന്നെ വേണമെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ നിഷേധിക്കാം. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് പറയാം. ഇപ്പം ഞാൻ ഒരു 5 കൊല്ലം മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാനിപ്പോൾ പറയുന്നതും ഇപ്പോഴും ഞാൻ 5 കൊല്ലം മുമ്പ് പറഞ്ഞത് അതുപോലെ നിങ്ങൾ കാണിക്കും. അതിൻ്റെ വിഷ്വലൊക്കെ നിങ്ങളുടെ ലൈബ്രറിയിലില്ലേ? കാലം മാറിയത് അറിയണം. അവിടെ നമ്മൾ കാലഹരണപ്പെട്ടു പോകരുത്. പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും അതറിയണം. പഴയ എല്ലാ സാധനവും ഞങ്ങൾ പതുക്കെ കൊണ്ടുവന്നേരാം. ഒരുപാട് സാധനം ഞങ്ങളുടെ കയ്യിലിരിക്കുന്നുണ്ട്. പണ്ട് അവിടെ പോയത്, അവിടെ വിസിറ്റ് ചെയ്തത്, അവർക്ക് അനുകൂലമായി സംസാരിച്ചത്, ഇതൊക്കെ. അപ്പോൾ പറയുമ്പോൾ സൂക്ഷിച്ച് നമ്മൾ സംസാരിക്കണം. അബദ്ധം പറയാതിരിക്കാൻ ശ്രമിക്കണം. പണ്ടാണ് ഇത് മാറ്റി പറയാം. ഈ പ്രിന്റ് മീഡിയ ഉള്ള കാലത്ത് അവരെന്ത് ചെയ്യും? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊരാൾ പറഞ്ഞത് എന്ത്? ഇപ്പം അതല്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ റെക്കോർഡല്ലല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ലൈബ്രറി ഉണ്ട്, നല്ല ലൈബ്രറി ഉണ്ട്. ഞാൻ ഈ പറയുന്നതൊക്കെ ഇതിന് ഇപ്പം വിരുദ്ധമായിട്ട് ഞാനൊരു 5 കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് പറവൂരിലെ വീട്ടുമുറ്റത്ത് വെച്ചിട്ട്
അങ്ങ് പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഒരു അടിക്കുറിപ്പൊക്കെ ഇട്ട് രാത്രി 1 മണിക്കൂർ ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് 5 കൊല്ലം കഴിയുമ്പോൾ. ഇപ്പൊ പറഞ്ഞത് ഞാൻ തിരുത്തി പറഞ്ഞത്, അതൊക്കെ മറന്നു പോണു ഇവര് ഈ ആ പഴയ കാലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. അതാണ് ഇവരുടെ പ്രശ്നം. അത് അവർക്ക് തോന്നുമ്പോൾ എടുത്താൽ പോരല്ലോ. അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ച് കോടതിയുടെ മുമ്പേ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്ത് വീണ്ടും ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ആ ബെയിലും തള്ളി വീണ്ടും രണ്ടാമതൊരു കവർച്ച കേസ് കൂടി വന്ന് ആ കവർച്ച കേസിൽ കൂടി പ്രതിയായി നിൽക്കുന്ന ആൾക്കെതിരെ പാർട്ടി നടപടി എടുത്തില്ലെങ്കിൽ ആ പാർട്ടി ആളുകൾ പറയും അയ്യപ്പന്റെ സ്വർണം കവർന്നവൻ ഇപ്പോഴും പാർട്ടിക്കാരനാണ്, CPM കാരനാണ്. അയ്യപ്പന്റെ സ്വർണം കവർന്നവൻ, സ്വർണ്ണ കൊള്ള നടത്തിയവർ. എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? അവർ വേറെ മൊഴി കൊടുക്കും. വേറെ CPM നേതാക്കളുടെ പേര് പറയുന്നുള്ള ഭയം കൊണ്ടാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു നേതാവും കൈപ്പത്തി ചിഹ്നത്തിൽ പറവൂർ മത്സരിക്കാനുള്ള ഞാൻ വെല്ലുവിളിക്കുന്നു ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ ഒരാളും പറവൂരിൽ മത്സരിക്കുന്നില്ല. പറവൂർ കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരല്ലാത്ത ഒരാളും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല. അതൊന്നും ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം കോൺഗ്രസ് പശ്ചാത്തലമുള്ള അല്ലാത്ത ഒരാളും മത്സരിക്കുന്നില്ല. ഇല്ല. ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ പത്രിക തള്ളിപ്പ് വരുന്നു. അവിടെയുള്ളത് SDPI, NDA, CPIM സ്ഥാനാർത്ഥികളാണ്. അവിടെ നിഷ്പക്ഷ നിലപാടാണ് അങ്ങനെയുള്ള സ്ഥലത്ത്. കടമക്കുടിയിലും ഇതാണ്. ഞങ്ങൾ വോട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് അവിടെ. അല്ല, ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള ഈ തർക്കം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല തകർന്ന തരിപ്പണമായി. 9 സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ല. അനിശ്ചിതത്വമാണ്. യൂണിവേഴ്സിറ്റി തലപ്പത്ത് അനിശ്ചിതത്വമാണ്. ഇവർ തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇടയ്ക്കിടയ്ക്ക് പഴയ ഗവർണറുള്ളപ്പോൾ ഇടയ്ക്ക് സെറ്റിൽമെൻറ്റ് നടത്തും, വീണ്ടും ഇടയ്ക്ക് വഴക്കിടും. ഗവൺമെൻറ്റിനെതിരായിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആ ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രശ്നമാകും. ഗവൺമെൻറ് പ്രതിക്കൂട്ടിലാക്കുമ്പോൾ നേരത്തെയുള്ള ഗവൺമെൻറ്റിന് അനുകൂലമായിരുന്നു, ശരിക്കും എതിർപ്പാണെന്ന് കാണിക്കുമെങ്കിലും ഗവൺമെൻറ് ഇതാവുമ്പോൾ ഇത് തമ്മിൽ സംസാരിച്ച് തീർക്കണ്ടേ? സുപ്രീം കോടതി വരെ പോയ കേസല്ലേ. സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് തീരുമാനിക്കേണ്ടത്. ഈ പെൺകുട്ടിയുടെ പരാതിയിൽ രാഷ്ട്രീയ പ്രേരിതം എന്നുള്ളതിന് ആകാമെന്നുള്ളൊരു മറുപടി KPCC അധ്യക്ഷൻ പറഞ്ഞത്. അല്ലല്ല, അതിൻ്റെ അകത്ത് ഞാൻ KPCC പ്രസിഡന്റ് പറഞ്ഞത് ഒരു വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വെൽ ഡ്രാഫ്റ്റഡ് ഡോക്യുമെന്റ് ആയിരിക്കണം ആര് പരാതി കൊടുത്താലും. അത് ഒരു തെറ്റല്ല, ഞാൻ കരുതുന്നില്ല. ഒരാളും അങ്ങനെ നമ്മൾ ഇത്തരം പരാതികൾ കൊടുക്കുമ്പോൾ നമ്മൾ മുൻവിധിയോടുകൂടി സംസാരിക്കരുത്. അത് പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥകൾ പറയട്ടെ. അതൊക്കെ കോടതി നിരവധി വിധികളിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി താമസം ഉണ്ടായതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് കോടതിയുടെ മുമ്പാകെ പറയേണ്ട കാര്യങ്ങളാണ്. താമസം ഉണ്ടായി എന്നോർത്ത് 2 കൊല്ലം മുമ്പ് നടത്തിയ ഒരു ഒഫൻസ് അല്ലാതാവുന്നില്ല. ഏത് ഒഫൻസാണെങ്കിൽ, ഞാൻ ഈ കേസ് മാത്രം പറഞ്ഞതല്ല, ജനറലായിട്ട് പറഞ്ഞതാണ്. പണ്ട് നടത്തിയ ഒരു ഒഫൻസാണ്. പണ്ട് നമ്മളൊരാളെ കൊന്നു 5 കൊല്ലം മുമ്പ്. ഇപ്പോഴാണ് പരാതി വന്നത്. അതുകൊണ്ട് അത് ഒഫൻസ് അല്ലാതാവും. എന്ത് കുറ്റകൃത്യം ചെയ്താലും അത് എന്നും കുറ്റകൃത്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് വൈകിയതെന്നുള്ളത് അവരുടേതായ കാരണങ്ങളുണ്ടാകുമ്പോൾ അത് അന്വേഷിക്കണം. അത്രയേ ഉള്ളൂ. അല്ല, ഞാൻ ആരെ വെല്ലുവിളിക്കാറില്ല. സാധാരണ ഒരാളെ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരാളെ വിളിച്ചില്ല. പക്ഷെ സംവാദങ്ങൾ നല്ലതാണ്. ജനാധിപത്യത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കും എന്നുള്ള അഭിപ്രായക്കാരുടെ സംവാദങ്ങൾ നല്ലതാണ്. നല്ല രീതിയിലുള്ള സംവാദങ്ങൾ. പക്ഷെ ഇതുപോലെ മറുപടി കൊടുത്ത് എല്ലാ പത്ര ഓഫീസിലും എല്ലാ മാധ്യമങ്ങൾക്കും നമ്മൾ മറുപടി കൊടുത്തിട്ട് അക്കമിട്ട മറുപടി തന്നില്ല എന്ന് പച്ചക്കള്ളം FBയിൽ എഴുതി വയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് ഞാൻ എന്താ പറയാനുള്ളത്? ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ കോപ്പി ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഞാൻ ആദ്യം എഴുതുക, എന്നിട്ട് എനിക്കുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എഴുതുക. അങ്ങനെ അദ്ദേഹത്തിന് ആ മറുപടി ഞാൻ അയച്ചു. അദ്ദേഹം വായിച്ചിട്ടില്ല. അത് അവിടെ ഓഫീസിലിരിക്കുന്ന ആരാണ്ട് എഴുതി വെച്ചാൽ എനിക്കും വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അല്ല, മുഖ്യമന്ത്രി ഇതുപോലൊരു നിലവാരം കുറഞ്ഞ മറുപടി എഴുതുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടമല്ല. ഇതങ്ങനെ ചെയ്യില്ലെന്നാണ് എൻ്റെ വിചാരം.